അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. ആരും ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. ഇയാള് മാത്രം ഇയാൾക്ക് വഹി കിട്ടിയോ? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. അതില് ചെയ്യണ്ട, ഞാൻ ചെയ്തോണ്ട് നോക്ക്. എന്നോട് ഞാൻ പറഞ്ഞ എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ. കാരണം എനിക്കാണ് കിച്ചൺ ടീമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത്. ഞാനിവിടെ നിന്ന് പുറത്തുപോയ തന്റെ ഡ്രസ് അവിടെ കൊടുക്കാൻ ഈ കുറുപ്പേ മഹാ തൊട്ടിയാ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്. അങ്ങനെ ചെയ്യരുത്. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ചെയ്യാന്ന്. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു ജന്മം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ ഒരു പരനാറ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? എന്താ പ്രശ്നം? എന്താ അനീഷിന് കടി. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമേൻ ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. മൈക്കണയാളോ നോക്കണ്ടത്? എന്റെ അടുത്ത് നിൽക്കണതിന് ഇയാള് പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കണ്ടതാണ്. ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞതാണെന്നേ. എന്തൊരിത്? ഇങ്ങനുണ്ടൊരിത്? അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ ഇടയില വേറൊരു വിളിച്ച സമയത്തിന് വരാത്തോണ്ടല്ല അയാളെ വന്ന് കഴിക്കിയത്. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. ചേട്ടൻ വിളിച്ചതല്ല, ചേട്ടൻ ഹാഫ് കഴുകി ഞാൻ കഴുകാന്ന് പറഞ്ഞു. അത്രയുള്ളൂ. അവിടെ ഇരിക്കുന്ന എല്ലാരും കേട്ടല്ലോ. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. കണ്ടില്ലേ? നിന്റെ ഡ്യൂട്ടിയാണ്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു.